ഹായ് ട്രേഡേഴ്സ്. നമുക്കിന്ന് BTC ബിറ്റ്കോയിൻ USD നോക്കാം. ബിറ്റ്കോയിൻ ഇപ്പം ഏറ്റവും ഉയർന്ന നിലയാണെന്ന് നമുക്കറിയാം. ഇന്ന് കഴിഞ്ഞ ആഴ്ച ETF നിക്ഷേപങ്ങളിൽ ട്രംപിൻ്റെ ഒരു പിന്തുണ കാരണം ബിറ്റ്കോയിൻ വീണ്ടും വളർച്ച പ്രാപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മേലോട്ട് തന്നെയാണ് കുതിക്കുകയാണ്. വളർച്ച പുനരാരംഭിച്ചു. അപ്പം അത് പറയുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമായി ബിറ്റ്കോയിൻ സ്ഥിരമായി വീണ്ടെടുക്കൽ, അതായത് ഉയർച്ചയിലേക്ക് തന്നെയാണ് കാണിക്കുന്നത്. അതായത് $1,10,000 മുകളിലേക്കാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. ഇത് ഈ ETF, അതായത് ക്രിപ്റ്റോ കറൻസികളുടെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിലേക്കുള്ള ETF-ലേക്കുള്ള കുത്തൊഴുക്ക്, പണത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം ക്രിപ്റ്റോ കറൻസികൾ മൊത്തത്തിൽ വളർച്ച പ്രാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പോസിറ്റീവ് പ്രസ്താവനകൾ, അദ്ദേഹം ഭരണത്തിൽ കയറിയെന്ന് മുതൽ ഈ BTC അതുപോലെ ക്രിപ്റ്റോ കറൻസികളൊക്കെ കൂടുതൽ പോപ്പുലറാക്കും എന്നുള്ള പ്രസ്താവനകളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതുതന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BTC ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് BTC USD ഉയരാൻ കാരണം. ബിറ്റ്കോയിൻ ഈ ETF ഫണ്ടുകൾ നിക്ഷേപകരുടെ താല്പര്യം കുത്തനെ ഉയർന്നിരിക്കുകയാണ്. കാരണം ഇതുതന്നെ വളർന്നുകൊണ്ടിരിക്കുന്നൊരു ഇതിലേക്ക് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നിക്ഷേപങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിപ്പം ഗോൾഡ് ആയാലും BTC ആയാലും സെയിം തന്നെയാണ്. അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഏകദേശം $11 ബില്യൺ ഇതിൻ്റെ നിക്ഷേപം എത്തിയിരിക്കുന്നത്. അത് അവിടുന്ന് മൊത്തം 50 ബില്യൺ, അതായത് $50 ബില്യൺ അടുത്തെത്താനായി എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഈ ഡിജിറ്റൽ സ്വർണ്ണമായി താരതമ്യപ്പെടുത്തുന്ന ഒരു ആസ്തി ആയി മാറിയിട്ടുണ്ട് BTC. അതാണ് മെയിൻ കാരണം. കാരണം സ്വർണ്ണത്തോട് ഇപ്പം കടപിടിക്കുന്നൊരു ഇത് ബിറ്റ്കോയിൻ ആണെന്ന് എല്ലാവർക്കും, അതായത് എല്ലാ നിക്ഷേപകർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നാണ് അധികം ബുള്ളിഷ് പ്രചോദനം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ ക്രിപ്റ്റോ കറൻസി വിപണിക്കുള്ള പിന്തുണ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകൾ വീണ്ടും സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉയർന്നു വരുന്നത്. മൈക്രോ സ്ട്രാറ്റജി, കോയിൻബേസ് പോലുള്ള ക്രിപ്റ്റോ വ്യവസായവുമായി ബന്ധപ്പെട്ട് കമ്പനികൾ നല്ല ഉയർച്ചയാണ് വരുന്നത്. കാരണം നിക്ഷേപകർ കൂടുന്നു, അപ്പം ഉയർച്ച ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ലാസ്റ്റ് അവസാനമായി പറയാനുള്ള, ഈ അപ് ട്രെൻഡ് ഉണ്ടായിരുന്നിട്ടും ഈ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ നിന്നുള്ള ഡാറ്റ ഷോർട്ട് പൊസിഷനിലുള്ള അളവിൽ വർധന കാണിക്കുന്നുണ്ട്. അപ്പം ആൾക്കാരൊക്കെ ഭയത്തോടു കൂടിയാണ് സമീപിക്കുന്നത്. ഷോർട്ട് പൊസിഷനാണ് കൂടുതലും എടുക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് എടുക്കുക ഇറങ്ങുക എന്നുള്ളൊരു നിലയിൽ വരുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം പ്രത്യേകിച്ച് ട്രേഡേഴ്സിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ അവർ ലാഭമാണല്ലോ അവർ നോക്കുന്നത്. അപ്പം ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് എപ്പോഴും ഒരു വലിയൊരു ഉയർച്ച കാണുമ്പം പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്ത് ഇറങ്ങും. അപ്പോൾ അത് സാധാരണയാണ്. അതുകൊണ്ടുള്ള ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. വലിയൊരു ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ഏത് നിമിഷവും താഴോട്ട് വരാം എന്നുള്ള ഇതുണ്ടാവും. അത് നമ്മൾ കയറിയത് ഏറ്റവും വലിയൊരു താഴ്ചയല്ല പ്രതീക്ഷിക്കുന്നത്. ചെറിയൊരു കറക്ഷൻ എപ്പോഴും ഉണ്ടാവും. അത് ഏത് ട്രേഡിങ്ങിലായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഗോൾഡിലായാലും, പ്രത്യേകിച്ച് ഗോൾഡിൽ, ബിറ്റ്കോയിൻസ്, ക്രിപ്റ്റോ കറൻസികൾ, ഈ എഥീറിയം ഇതുപോലുള്ള സാധനങ്ങൾ വളരെ സ്ലോ ആയിട്ട് ഞാൻ കണ്ടത് ക്രൂഡ് മാത്രമാണ്. സ്ലോ മൂവിങ്. ക്രൂഡിന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ജിയോ പൊളിറ്റിക്കൽ ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് വലിയ ഉയർച്ച ഉണ്ടാവുള്ളൂ. ചെറിയ ട്രേഡേഴ്സിന് എപ്പോഴും ചെറിയ അതായത് $10, $20 ഒക്കെ വെച്ചിട്ട് ചെറിയ എമൗണ്ടിന്, അതായത് ഒരു $500 ഇൻവെസ്റ്റ് ചെയ്തിട്ട്
ഒരു $10-15 ഡെയിലി എടുക്കാൻ ഒരു പ്രയാസമില്ല ക്രൂഡിലൊക്കെ നോക്കി പഠിച്ച് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ ഇൻവെസ്റ്റ്മെൻറ്റ് $32 ബില്യൺ നിന്ന് $35 ബില്യൺ ഉയർന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റ് കൂടുകയാണ്. അപ്പോൾ അത് പിൻവലിക്കുമ്പം അതിനനുസരിച്ചുള്ള ചാഞ്ചാട്ടം തിരുത്തൽ വരും, അപകട സാധ്യത ഉണ്ടാവും. എന്നുവെച്ചാൽ തിരുത്തൽ വരും, പിന്നെ വീണ്ടും കയറും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് BTC കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് BTC ഈ പ്രധാന പ്രതിരോധ നിലവാരം താഴെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ 1 ലക്ഷമാണ് ഇപ്പോൾ നമ്മൾ പ്രധാന നിലവാരമായിട്ട് കാണുന്നത്. അതിൽ നിന്ന് താഴെയാണെങ്കിൽ പിന്നെ 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് ചിലപ്പം 90-80 വരെ ഒക്കെ എത്താനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടായിക്കൂടായിരുന്നില്ല. ഇത്രയാണ് ഇന്നത്തെ BTC ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യാം. ഏതൊക്കെ ട്രേഡാണ് നിങ്ങൾ എടുക്കുന്നത്, അത് അതിനെപ്പറ്റി വിശദീകരണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കമൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.